ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനസ്സും ജീവിതവും ഒക്കെ ക്ലട്ടർ ആയതുപോലെ? എങ്കിൽ അതിനെയൊക്കെ ഡീക്ലട്ടർ ചെയ്തുകൊണ്ട് ജീവിതത്തെ സിമ്പിൾ ആക്കാൻ പറ്റുന്ന 5 ചെറിയ ശീലങ്ങൾ നോക്കിയാലോ? ഈ 5 ശീലങ്ങൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ 30 ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് വളരെ സിമ്പിൾ ആവും. ലൈഫ് സിമ്പിൾ ആവുമ്പോൾ മനസ്സെന്ത് ചെയ്യും? ശാന്തമാവുകയും ചെയ്യും. നമുക്ക് ആ 5 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്താൽ തന്നെ അപ്രധാനമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറഞ്ഞിരിക്കും. അത് നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. രണ്ടാമതായിട്ട് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട. നെസസറി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളോടൊപ്പം കൂട്ടുക. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം നോ പറയാൻ പഠിക്കുക. നോ പറയാത്തത് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എടുക്കേണ്ടി വരും. നോ പറയേണ്ടടുത്ത് കൃത്യമായിട്ട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താണോ നോ പറയേണ്ടടുത്ത് എന്ത് പറയുക? നോ പറയുക. നാലാമതായിട്ട് ഡിജിറ്റൽ ഡീടോക്സ്. ഒരു സമയം, ഏതെങ്കിലും ഒരു ടൈം, മോർണിംഗ് ടു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ടു ഈവനിങ്, അങ്ങനെ ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ആ സമയം നമ്മൾ പൂർണ്ണമായിട്ട് ഫോണ്, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. കൂടുതലും നമ്മുടെ മൈൻഡിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഈ ഫോൺ ഉപയോഗത്തിലൂടെയൊക്കെയാണ്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗമൊക്കെ നമ്മുടെ മൈൻഡിനെ, ലൈഫിനെയൊക്കെ കൂടുതൽ ഘനമുള്ളതാക്കി മാറ്റുന്നുണ്ട്. അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിജിറ്റൽ ഡീടോക്സ് തന്നെ നമ്മൾ നടത്തണം. ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫോണ് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ സ്ലോ ലിവിങ്, അതായത് വളരെ സാവകാശം കാര്യങ്ങൾ ചെയ്യുക, സാവകാശം സംസാരിക്കുക, ഓരോ കാര്യങ്ങളെയും സാവകാശം നേരിടുക, റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യുക. ആ സ്ലോ എന്ന് പറയാൻ നമ്മൾ വെറുതെ ഇരിക്കാനല്ല, സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ കൂടെ സിമ്പിൾ ആയിട്ട് ഫ്ലോ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ലൈഫിനെ കുറെ കൂടെ സിമ്പിൾ ആക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ 30 ദിവസം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് കൂടുതൽ സിമ്പിൾ ആകും. പ്രയോറിറ്റൈസ് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യുക, നോ പറയാൻ പഠിക്കുക, ഡിജിറ്റൽ ഡീടോക്സ് നടത്തുക, സ്ലോ ലിവിങ് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ശീലങ്ങൾ നമ്മളെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.